പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ എലമെൻ്റാണ്. റിയൽ ലൈഫിലെ ഒരു ക്യൂ, അതിൻ്റെ ഒരു ചിത്രമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വരുന്ന ഓരോ പുതിയ ആളുകളും ഈ ക്യൂയുടെ ഏറ്റവും പുറകുവശം, റിയർ എൻഡ് എന്ന് പറയും, അവിടെയാണ് പോയി നിൽക്കുക. അതുപോലെ അവസരം കിട്ടുന്ന ഓരോരുത്തരും ഏറ്റവും ഫ്രണ്ടിൽ നിന്നാണ് മുന്നോട്ട് പോവുക. ഫ്രണ്ടിലുള്ള ആളുകളാണ് ഏറ്റവും ആദ്യം മുന്നോട്ട് പോകുന്നത്. അത്തരം ഒരു ഡാറ്റ സ്ട്രക്ചറിനെ കമ്പ്യൂട്ടറുകളിൽ വിളിക്കുന്ന പേരാണ് ക്യൂ. ഇറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് ക്യൂ. In a computer system, a queue is a data structure in which items are added at one end. ആ എൻഡിനെ വിളിക്കുന്ന പേരാണ് റിയർ എൻഡ്. ആൻഡ് റിമൂവ്ഡ് ഫ്രം ദ അതർ എൻഡ്. ആ എൻഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രണ്ട് എൻഡ്. ഇറ്റ് ഫോളോസ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ഇവിടെയും ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം അറേ തന്നെയാണ്. സ്റ്റാക്കിൽ പറഞ്ഞ പോലെ തന്നെ അറേ ഉപയോഗിച്ചുകൊണ്ടൊരു ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതെപ്പോഴും സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റുകളുടെ എണ്ണത്തിന് പരിധി ഉണ്ടാവും. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ക്യൂ. എന്തിനാണ് കമ്പ്യൂട്ടറുകൾക്കകത്ത് ക്യൂ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സിസ്റ്റം മെയിൻലി യൂസസ് ക്യൂ ഫോർ ഷെഡ്യൂളിംഗ് ജോബ്സ് ഇൻവോൾവിംഗ് മെമ്മറി, ഫയൽസ് ആൻഡ് പ്രൊസസ്സർ. മെമ്മറി, ഫയൽ, പ്രൊസസ്സറൊക്കെ ഉൾപ്പെടുന്ന ജോബുകൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് കഴിഞ്ഞ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ക്യൂകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് പ്രിൻ്റ് ജോബ് ഷെഡ്യൂളിംഗ്. ഒരു പ്രിൻ്റർ എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ഡിവൈസാണ്. അതിലേക്ക് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഓരോ കണ്ടൻറ്റുകളും അതിൻ്റെ ഒരു പ്രിൻ്റ് ബഫർ എന്ന് പറയും, ഒരു ക്യൂവിലാണ് സ്റ്റോർ ചെയ്യുക. അതിൽ ആദ്യം വന്ന ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി പ്രിൻ്റർ അടുത്ത ജോബ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും CPU ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് പ്രിൻ്റ് ബഫർ എന്നാണ് പറയുക. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏറ്റവും ആദ്യം പ്രിൻ്റ് എടുക്കുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നൗ വിൽ സി അൽഗോരിതംസ്. ക്യൂവിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യുന്നതിനെ ഇൻസേർട്ട് എന്നാണ് പറയുക. ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതിന് ഇൻസേർട്ട് എന്ന് പറയും. ഇതിൻ്റെ ഒരു അൽഗോരിതമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ടോപ്പിക്കിനകത്ത് പരിചയപ്പെടുത്തുന്നതിൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ ഇവിടെ ഈ ക്യൂവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് വേരിയബിൾസാണ്. ഒന്ന് ഫ്രണ്ട്, ഒന്ന് റിയർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഐറ്റംസ് ആഡ് ചെയ്യുന്നത് റിയർ എൻഡിൽ നിന്നാണ്, ഐറ്റംസ് റിമൂവ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാക്കിൻ്റെ പോലെയല്ല, ഇവിടെ രണ്ട് വേരിയബിൾസ് അധികമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് ഫ്രണ്ട്, രണ്ടാമത്തത് റിയർ. ഇനിഷ്യൽ വാല്യൂ ഓഫ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ഈസ് ഈക്വൽ ടു -1. ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് എംപ്റ്റി. അപ്പോൾ അന്നേരം ആ ക്യൂ എംപ്റ്റി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൗ യു ക്യാൻ സി ദർ ആർ നോ ഐറ്റംസ് ഇൻ ദ ക്യൂ. ഇനി ഈ ക്യൂവിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന 4 വാല്യൂസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്: 12, 25, 18, 5. ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ള ഈ അൽഗോരിതത്തിലൂടെ നമുക്ക് നോക്കാം. അൽഗോരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ റിയർ ഈക്വൽ ടു -1. അതായത് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ക്യൂവിലേക്ക് വരുന്ന ഐറ്റം ഈ ക്യൂവിലെ ഫസ്റ്റ് ഐറ്റം ആണോ എന്നുള്ളതാണ്. ഫസ്റ്റ് ഐറ്റം ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഫ്രണ്ടിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യണം, റിയറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യണം. കാരണം ആ ഫസ്റ്റ് ഐറ്റമാണ് ഏറ്റവും ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ഇതാണ് ക്യൂവിലെ ഏറ്റവും അവസാനത്തെ വാല്യൂ, അതുകൊണ്ട് റിയറിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. സോ അതിനാണ് ഈ ഒരു ഈഫ് കമാൻഡ് ഇതിനകത്തുള്ളത്. ഫ്രണ്ട് ഈഫ് റിയർ ഈക്വൽ ടു -1, ദെൻ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു 0. അൽഗോരിതം എഴുതുമ്പോൾ അങ്ങനെ 2 ഈക്വൽ ടു വേണമെന്നില്ല, സിംഗിൾ ഈക്വൽ ഇട്ടാലും മതി. ഇത് അൽഗോരിതമാണ്, C++ അല്ല. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ഈക്വൽ ആയാലും മതി. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഇനിഷ്യൽ വാല്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു -1, പ്രസൻറ്റ് വാല്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു -1. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ബോത്ത് ബിക്കംസ് 0. രണ്ടും 0 ആവും. ആ കോഡ് പ്രകാരം ഇതും 0 ആവും, ഫ്രണ്ടും 0 ആവും, അതേപോലെ തന്നെ റിയറും 0 ആവും. ദെൻ ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു വാൽ. ഇനി കാണാൻ പോകുന്ന സ്റ്റേറ്റ്മെൻ്റ് അതാണ്, ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു വാൽ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആഡ് ചെയ്യുന്ന വാല്യൂ, ഇപ്പോൾ ഫസ്റ്റ് വാല്യൂ 12 ആണ്. ആ 12 ക്യൂ ഓഫ് റിയർ, ദാറ്റ് മീൻസ് ക്യൂ ഓഫ് 0. ഇവിടെ ആ വാല്യൂ സ്റ്റോർ ആവും ക്യൂവിലെ ഫസ്റ്റ് ഐറ്റമായിട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഐറ്റത്തിൻ്റെ സ്റ്റോറേജ്. ഇനി സെക്കൻഡ് ഐറ്റം വരുമ്പോൾ വർക്ക് ചെയ്യുന്ന വേറെ രൂപത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അൽഗോരിതത്തിലെ ഈ ഒരു ഏരിയ, ഇത് ആദ്യത്തെ ഒരു ഐറ്റത്തിന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ആദ്യത്തെ ഒരു ഐറ്റത്തിന് മാത്രം. പിന്നെ വരുന്ന ഓരോ ഐറ്റംസും ആഡ് ചെയ്യുന്നത് ഈ റൂട്ടിലൂടെയാണ്. ഇവിടുത്തെ റൂട്ടിലാണ് ബാക്കിയുള്ളതൊക്കെ ഐറ്റംസ് ആഡ് ആവുന്നത്. ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് സ്റ്റാക്ക് പോലെ തന്നെയാണ് വരുന്നത്. സ്റ്റാക്കിൽ നമ്മൾ ഈ സ്ഥാനത്ത് TOS TOS+1 എന്നും കണ്ടീഷൻ TOS n-1 എന്നും ഇവിടെ സ്റ്റാക്ക് ഓഫ് TOS വാൽ എന്നുമാണ്. ആ അൽഗോരിതത്തെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാക്കിൻ്റെ അൽഗോരിതം പഠിച്ച ആൾക്ക് ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു 3 വരി കോഡ് അധികം ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരിക.
അപ്പോൾ ഇനി റിയർ -1 അല്ല എങ്കിൽ അടുത്ത ഐറ്റം ആഡ് ചെയ്യാൻ പോകുന്നത് 25. റിയർ -1 അല്ല എങ്കിൽ ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. റിയർ ലെസ് ദാൻ n-1. n 5 ആണ്, അതുകൊണ്ട് n-1 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 4. നമ്മൾ സ്റ്റാക്കിൽ കണ്ടതേപോലെ തന്നെ. സോ റിയറിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. 0 എന്ന് പറയുന്നത് 4-നേക്കാളും താഴെയാണ്. സോ റിയർ ഈസ് ഈക്വൽ ടു റിയർ +1. നൗ സി ദർ ഇസ് won't be any change for front. ഫ്രണ്ടിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ടിന് ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഐറ്റംസ് ഇതിൽ നിന്ന് റിമൂവ് ആവണം. ഓക്കെ, റിയറിന് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. റിയർ വിൽ ബിക്കം 1 നൗ. സോ ദാറ്റ് ദ നെക്സ്റ്റ് ഐറ്റം, അപ്പോൾ അടുത്ത ഐറ്റം ആഡ് ചെയ്യുന്ന കോഡ് നമുക്ക് നോക്കാം. ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു വാൽ. അപ്പോൾ അടുത്ത ഐറ്റം ഈ 25 ആണ്. ആ 25 എന്ന് പറയുന്ന വാല്യൂ ഇവിടെയാണ് ഇനി സ്റ്റോർ ആവുക. ഈ പ്ലേസിലാണ് സ്റ്റോർ ആവുക 25. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നോക്കാം. നെക്സ്റ്റ് ഐറ്റം ആഡ് ചെയ്യാൻ പോകുന്നു. ഇതേ കോഡ് തന്നെയാണ് വർക്ക് ചെയ്യുക. ആദ്യത്തെ കണ്ടീഷൻ ഇത് ഫോൾസ് ആയിരിക്കും. റിയർ ഈസ് ഈക്വൽ ടു -1 അല്ല. അപ്പോൾ നേരെ ഈ കണ്ടീഷൻ വരും. റിയർ ലെസ് ദാൻ n-1. റിയറിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അത് ഓക്കെ ആയതുകൊണ്ട് നേരെ താഴത്തേക്ക് വരും. റിയർ ഈസ് ഈക്വൽ ടു റിയർ +1 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ റിയർ ഇപ്പോൾ 1 ആണുള്ളത്. ദാറ്റ് 1 ബിക്കം 2. ആ 1 എന്നുള്ളത് 2 ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്. 18 ആണ് അടുത്ത ഐറ്റം. ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു വാൽ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഇവിടെ ക്യൂ ഓഫ് 2 ഇവിടെ പോയിട്ട് സ്റ്റോർ ആവും. ഇനി ഇതേപോലെ തന്നെ ആവർത്തിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് അടുത്ത ഐറ്റവും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ 2 എന്നുള്ളത് ഇനി നെക്സ്റ്റ് ഐറ്റത്തിൻ്റെ കേസിൽ 2 എന്നുള്ളത് 3 ആവും. 3 ആയിട്ട് ഈ ഐറ്റം ഇവിടെ പോയിട്ട് 3 ആഡ് ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 വാല്യൂസ് ഉള്ളൂ. ഒരു ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത് പറയാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിയറിൻ്റെ വാല്യൂ 4 ആവും. വാല്യൂ ഓഫ് റിയർ വിൽ ബി 4 ദെൻ. ഇവിടെ വരുന്ന ഈ വാല്യൂ 3 കഴിഞ്ഞ് 4 ആവും. പിന്നെ വരുന്ന ഐറ്റം ആലോചിക്കുക. അന്നേരം ഈ കണ്ടീഷൻ ഫോൾസ് ആവും. റിയർ ലെസ് ദാൻ n-1 വിൽ ബി ഫോൾസ്. കാരണം n-1 4 ആണ്, റിയറും 4 ആണ്. സോ ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആയി. ഇനിയൊന്നും സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു ഫങ്ഷനാണ്. ലെറ്റ് us see the ഫങ്ഷൻ. നമുക്കതിൻ്റെ ഫങ്ഷൻ ഒന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഫങ്ഷൻ. വോയിഡ് ഇൻസെർട്ട് ക്യൂ int വാൽ. ഇതേ കോഡ് തന്നെയാണ്, സെയിം കോഡ് തന്നെയാണ്. ശ്രദ്ധിച്ചറിയാം. ഈ റിയർ ഈക്വൽ ടു -1, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു 0, ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു വാൽ. എൽസ് ഇഫ് റിയർ ലെസ് ദാൻ n-1. ദെന്നൊന്നുമില്ല. ദെന്നൊക്കെ അൽഗോരിതത്തിലാണ്. റിയർ ++. അൽഗോരിതത്തിൽ റിയർ ഈസ് ഈക്വൽ ടു റിയർ +1 എന്നതിന് പകരം റിയർ ++, ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു വാൽ. എൽസ് CO ഡബിൾ ലെസ് ദാൻ ഓവർഫ്ലോ. ഓക്കെ, നൗ കമ്മിങ് ടു നെക്സ്റ്റ് അൽഗോരിതം, ദാറ്റ് ഈസ് ഡിലീറ്റ്, റിമൂവിങ് ആൻ ഐറ്റം ഫ്രം എ ക്യൂ. ഒരു ക്യൂ എന്നൊരു ഐറ്റം എങ്ങനെ റിമൂവ് ചെയ്യുക? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിനകത്ത് 4 വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് റിയർ ഈസ് നൗ 3 ആൻഡ് ഫ്രണ്ട് ഈസ് നൗ 0. റിയർ ഇൻഡിക്കേറ്റ് ലാസ്റ്റ് ഐറ്റം ഇൻ ദ ക്യൂ. ഇനി അടുത്ത ഐറ്റം സ്റ്റോർ ചെയ്യേണ്ടതിൻ്റെ അടുത്ത പൊസിഷനിലാണ്. അതാണ് റിയറിൻ്റെ ഉദ്ദേശം. ഫ്രണ്ട് മീൻസ് ദ ഫസ്റ്റ് ഐറ്റം ടു റിട്രീവ്. ദ ഫസ്റ്റ് ഐറ്റം ടു റിട്രീവ് ഫ്രം ദ ക്യൂ ഈസ് 12. ഇനി ഇവിടെയും സ്റ്റാക്കിൻ്റെ പോലെ തന്നെ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. സ്റ്റാക്കിൽ ഇഫ് TOS ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1. വാൽ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. സ്റ്റാക്കിൻ്റെ പോപ്പ് അൽഗോരിതമായിട്ട് കമ്പയർ ചെയ്യുക. സെയിം തന്നെയാണ്. വാൽ ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് TOS. ദെൻ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. സ്റ്റാക്കിന് TOSൻ്റെ ഒറ്റ വേരിയബിളിനായതുകൊണ്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. TOS ഈസ് ഈക്വൽ ടു TOS -1 എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1. സോ ലെറ്റ് us ടേക്ക് ദ ഫസ്റ്റ് വാല്യൂ ഔട്ട്. സോ ദ ഫസ്റ്റ് വാല്യൂ ഔട്ട് വിൽ ബി 12. അടുത്ത വാല്യൂ പുറത്തെടുക്കാൻ പോകുന്നത് 12 ആണ്. ഈ അൽഗോരിതം പ്രകാരമാണ് എടുക്കുന്നത്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്. ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആണ്. സോ വാൽ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ആദ്യം വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഈ 12 എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റ് വരും. 12 എന്ന് പറയുന്ന വാല്യൂ നേരെ ഈ റിട്രീവ് ചെയ്യുന്ന വാല്യൂൻ്റെ ലിസ്റ്റിലേക്ക് വരും. ഞാനിവിടെ ആ വാല്യൂസ് ഇവിടെ കാണിക്കാം. 12 ആണ് ആദ്യം റിട്രീവ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ഫ്രണ്ട്? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഫ്രണ്ട് വിൽ ചേഞ്ച് ടു 1. ഫ്രണ്ട് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. സോ ദാറ്റ് ദ നെക്സ്റ്റ് ഐറ്റം ടു ബി ടേക്കൺ ഔട്ട്സൈഡ് ഫ്രം ദ ക്യൂ ഈസ് 25. ഇനി വീണ്ടും ഇവിടെ നോക്കുക. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ദെൻ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു -1. അതിൻ്റെ ഒരു ആവശ്യം കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം. തൽക്കാലം നമ്മൾ അൽഗോരിതത്തിൽ ഇത്രയും ലൈൻസ് ഉണ്ടെന്ന് മാത്രം വിചാരിക്കുക. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഇത്രയും ലൈൻസാണ് അൽഗോരിതത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ സ്റ്റാക്കിൻ്റെ പോപ്പുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഇവിടെ TOS ഈസ് ഈക്വൽ ടു TOS -1 എന്ന് പറഞ്ഞതിന് പകരം ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1 ആണെന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഈ അൽഗോരിതത്തിനകത്തുള്ളൂ.
ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം എടുക്കണം നോക്കാം. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 തന്നെയാണ്, കാരണം ഫ്രണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. സോ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ -1. അപ്പോൾ -1 വലുതായതുകൊണ്ട് വാല്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. അടുത്ത വാല്യൂ എടുക്കും. ഈ 25 എന്ന് പറയുന്ന വാല്യൂ നേരെ പുറത്തേക്ക് എടുത്തു. ദെൻ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1 എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ് ഈ 1 എന്നുള്ളത് 2 ആയിട്ട് മാറും. സോ ദാറ്റ് ദ നെക്സ്റ്റ് വാല്യൂ ടു ബി ടേക്കൺ ഔട്ട് ഈസ് അറ്റ് ദിസ് ലൊക്കേഷൻ. ഇറ്റ് ഈസ് 18. ഇനി വീണ്ടും നമ്മൾ ഡിലീറ്റ് അൽഗോരിതം വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഇപ്പോഴും ഗ്രേറ്റർ ദാൻ -1 തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് 2 നൗ. അതിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്, ഗ്രേറ്റർ ദാൻ -1 ആണ്. സോ വാൽ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. ഇപ്പോൾ ഈ വാല്യൂ എടുക്കും. ഇവിടെ 18 എന്ന് പറയുന്ന വാല്യൂ പുറത്തേക്ക് എടുത്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1 എന്ന് പറയുമ്പോൾ ഈ 2 ഉള്ള ഫ്രണ്ട് 3 ആയിട്ട് മാറും. സോ നെക്സ്റ്റ് വാല്യൂ ടു ടേക്കൺ ഔട്ട് ഈസ് 5. അടുത്ത വാല്യൂ 5 ആണ്. ദാറ്റ് ഈസ് അറ്റ് ഇൻഡെക്സ് നമ്പർ. നെക്സ്റ്റ് വാല്യൂ ടേക്കൺ ഔട്ട് ഈസ് 5 ആൻഡ് അറ്റ് ഇൻഡെക്സ് നമ്പർ 3. ഇനി വീണ്ടും ഈ ഡിലീറ്റ് അൽഗോരിതം വർക്ക് ചെയ്യണം. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 തന്നെയാണ് ഇപ്പോഴും. സോ വാൽ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ പുറത്തേക്ക് എടുത്തു. ദെൻ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1 എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് 4 ആയി. ഇനി ശ്രദ്ധിക്കുക, റിയർ ഈസ് 3. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പൊസിഷൻ ടു ആഡ് ഈസ് 4. ഫ്രണ്ട് ഈസ് 4. ഇങ്ങനെ ഒരു ക്യൂ ഉണ്ടാവില്ല. എപ്പോഴും റിയറിൻ്റെ വാല്യൂ ഒന്നുകിൽ ഫ്രണ്ടിനേക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിന് ഈക്വൽ ആയിരിക്കണം. ഒരിക്കലും ഫ്രണ്ടിൻ്റെ വാല്യൂ റിയറിനേക്കാൾ വലുതാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അർത്ഥം ആ ക്യൂ എം ടി ആയി എന്നാണ്. അത് ഹാൻഡിൽ ചെയ്യാനാണ് ഈ ഒരു കോഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നോ. അപ്പോൾ ഇത് ഏറ്റവും അവസാനം മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ദെൻ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു -1. ഇപ്പോൾ കാണാം ഈ ക്യൂ ഇപ്പോൾ എം ടി ആയി. ഇപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് ഫിസിക്കലി മാത്രം എം ടി ആയാൽ പോരാ, ലോജിക്കലി കൂടി എം ടി ആവണം. ലോജിക്കലി എം ടി ആവണമെന്നുണ്ടെങ്കിൽ, ആ പ്രോഗ്രാമിൽ എം ടി ആയിട്ട് രേഖപ്പെടുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആവണം, റിയറിൻ്റെ വാല്യൂ -1 ആവണം. അതിനാണ് ഈ ഒരു കോഡ് നമ്മളോട് ചേർത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കോഡ് നമ്മൾ അതിനാണ് ചേർത്തിട്ടുള്ളത്. ദെൻ വൺ മോർ തിങ് ഈസ് ദർ. അതിൻ്റെ ഒരു അൽഗോരിതം കൂടി, ഫംഗ്ഷൻ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ. int del q, int stack, int stack അല്ല, അവിടെ int q ആണ്. ദെൻ int val ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പുറത്ത് എഴുതിയിട്ടുള്ള ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗോരിതത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇപ്പുറത്ത് കാണുന്നത്. ഓക്കെ, ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു -1, റിട്ടേൺ വാൽ. അപ്പോൾ അൽഗോരിതം പഠിച്ച ഒരാൾക്ക് ഫംഗ്ഷൻ എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നൗ വി ആർ ഗോയിങ് ടു സീ സർക്കുലർ ക്യൂ ആൻഡ് ലീനിയർ ക്യൂ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ ക്യൂ, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ക്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ക്യൂ. ഇറ്റ് ഈസ് കോൾഡ് ലീനിയർ ക്യൂ. ഓക്കെ, ഈ ലീനിയർ ക്യൂവിൻ്റെ ഒരു സവിശേഷത എന്താ നമുക്കൊന്ന് പരിചയപ്പെടാം. ലീനിയർ ക്യൂ ഹാസ് എ ലിമിറ്റേഷൻ. ഇപ്പോൾ ഈ ക്യൂവിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഓൺലി 1 ഐറ്റം ഇൻ ദ ക്യൂ, 1 ഐറ്റം ലെഫ്റ്റ് ഇൻ ദ ക്യൂ. ഈ 3 പൊസിഷനും ഇപ്പോൾ ആക്ച്വലി ഫ്രീ ആണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ട് 3 ആണ്, റിയറും 3 ആണ്, ഒറ്റ ഐറ്റേ ബാക്കിയുള്ളൂ. ഇതും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വിൽ ബി എക്സീഡിങ് റിയർ ആൻഡ് വിൽ ബി -1. രണ്ടും -1 ആവും. ഇപ്പോൾ ക്യൂ എം ടി ആയി നമുക്ക് വീണ്ടും അടുത്ത ഐറ്റം ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഐറ്റം റിമൂവ് ചെയ്യുന്നത് വരെ നമുക്ക് ഈ ലൊക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും വേസ്റ്റ് കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാല്യൂ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ, ലാസ്റ്റ് പൊസിഷനാണ് കിടക്കുന്നതെങ്കിൽ ആക്ച്വലി ക്യൂവിലെ ഒരു ലൊക്കേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ബാക്കി 4 ലൊക്കേഷൻസും ഫ്രീ ആണ്. ഇത്തരം ഒരു അവസ്ഥയാണ് ഏറ്റവും വേസ്റ്റ്. അതായത് അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് അത് വരിക. ഫ്രണ്ട് ഈക്വൽ ടു 4 ആൻഡ് റിയർ ഈക്വൽ ടു 4. ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ ഐറ്റം ആഡ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി 4 സ്പേസ് ഇവിടെ ഇപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ സ്പേസും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യൂവിനെ ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാം. അങ്ങനെ ഈ ക്യൂവിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ അത്തരം ഒരു ക്യൂവിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ ക്യൂ. ഓക്കെ, ഇതിനൊരു ലിമിറ്റേഷനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ ലിമിറ്റേഷൻ ദാറ്റ് ദ എംപ്റ്റി സെൽസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്യൂ കനോട്ട് ബി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. ദിസ് ലിമിറ്റേഷൻ ക്യാൻ ബി അവോയ്ഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്കുലർ ക്യൂ. ഇതിലെന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ വേക്കൻറ്റ് പൊസിഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്യൂ ക്യാൻ ബി യൂസ്ഡ്. ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇനി അടുത്തൊരു വാല്യൂ ക്യൂവിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അൽഗോരിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം.
അടുത്തൊരു വാല്യൂ ക്യൂവിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 കഴിഞ്ഞാൽ പിന്നെ വി വിൽ സ്റ്റാർട്ട് അറ്റ് 0, വീണ്ടും 0യിൽ തുടങ്ങും. അതായത് നെക്സ്റ്റ് വാല്യൂ വിൽ ബി പ്ലേസ്ഡ് ഹിയർ. അടുത്ത വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ വിൽ ബി പ്ലേസ്ഡ് ഇൻ ദിസ് ലൊക്കേഷൻ. അത് കഴിഞ്ഞാൽ പിന്നത്തെ വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയായിരിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ, അത് കഴിഞ്ഞാൽ ഇവിടെ. അങ്ങനെ വരുമ്പോൾ ക്യൂ ഫുള്ളാവും. പിന്നെ ഇവിടെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അത്തരത്തിലൊരു ക്യൂവിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ ക്യൂ. അതിൻ്റെ അൽഗോരിതങ്ങളൊന്നും പഠിക്കാനില്ല, ഈ ഒരു കമ്പാരിസൺ മാത്രമേ നമുക്കിപ്പോൾ തൽക്കാലം പഠിക്കുന്നുള്ളൂ.